ഇത് ചെയ്യാൻ പാടുണ്ടോ? ഇത് ചെയ്യാൻ പാടുണ്ടോ? സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് മഹാപാപമാണ്. കല്യാണം കഴിഞ്ഞ ആളുകൾ പ്രത്യേകിച്ച്, ഇനി കല്യാണം കഴിയാത്ത ആളുകൾക്ക് ലൈസൻസ് അല്ല, അവർ ഇഷാ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തണം. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം, അങ്ങനെയാണ്. നമ്മുടെ അനൂപ് സർ ആ വിഷയം സൂചിപ്പിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാർക്ക് എന്തേ നമ്മുടെ മക്കൾ ഒരു 8 മണിക്ക് ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കാൻ എന്തേ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയാത്തത്? അതെന്ത് സാധിക്കാത്തത്? കുറച്ച് വലുതായി താടി മിഷൊക്കെ വന്നാൽ പിന്നെ പറഞ്ഞാൽ കേൾക്കൂല. ശരിയാണ്, ഒരു 10-15 വയസ്സ് വരെ നമ്മുടെ നിയന്ത്രണത്തിലുണ്ടാവൂലേ? അവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയൂലേ? ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ പള്ളി കേൾക്കണ്ട, വീട്ടിൽ നിസ്കരിച്ചോട്ടെ, അങ്ങനെ ആ ഖൈർ മതി, വീട്ടിൽ നിസ്കരിച്ച കൂലി മതി. ഇശാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയ മക്കൾ സമയത്തിന് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ പള്ളിക്ക് വിടണ്ട. മഗ്രിബ് നിസ്കരിക്കാൻ പോയിട്ട് ക്ലബ്ബിലിരിക്കാൻ, എന്നാൽ പള്ളിക്ക് മഗ്രിബിന് വിടണ്ട, വീട്ടിൽ വെച്ച് നിസ്കരിപ്പിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഖൈർ. ഇങ്ങനെ പള്ളി ഖൈറാണെന്ന് വിചാരിച്ച് വേറൊരു തെറ്റിലേക്ക് കൊണ്ടുപോയി എത്തിക്കരുത്. നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ തന്നെ, ഉമ്മമാരെ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ, ഉപ്പന്മാരൊക്കെ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ചെറുപ്പത്തിലെ അവരെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരണം. ചെറുപ്പത്തിൽ അലഞ്ഞു തിരിയാൻ അവരെ വിടുകയും എന്നിട്ട് പെട്ടെന്നൊരു നിയന്ത്രണം അതവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു 18 വയസ്സായപ്പോൾ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, അല്ല ബാത്തുങ്ങളെ മോനല്ലേ എങ്ങനെയൊക്കെ കേൾക്കുന്നത്. അന്ന് മുതൽ സ്ട്രിക്റ്റ് ആയാൽ കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ 7 വയസ്സ് മുതൽ തന്നെ നമ്മുടെ മക്കളെ ക്ലബ്ബുകളിലേക്ക് പറഞ്ഞേക്കാതെ, ബസ് സ്റ്റാൻഡിലേക്കും പീടികച്ചുണ്ടയിലേക്കും റോഡ് സൈഡിലുള്ള കട്ടകളിലേക്കും ഇരിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാതെ അവരെ വീട്ടിലേക്ക് വിളിച്ച് 10 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് സമയം കൊടുത്ത് വൈകി വരുന്ന ആളുകളെ ഒരു കാരണവശാലും വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ളൊരു ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. പോട്ട്, അങ്ങനെയുള്ള മക്കൾ പോയിക്കോട്ടെ, നമുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? പറഞ്ഞ കേൾക്കാത്ത മക്കൾ നമുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? അവരെ തീറ്റിപ്പോറ്റിട്ട് എന്താ കാര്യം? ഈ തീറ്റിപ്പോറ്റി ഇവർ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കൂലേ നാളെ മഹ്ശറയിൽ? അതുകൊണ്ട് അവരെ കൂടെ നിർത്തുക, ചെറുപ്പത്തിൽ തന്നെ കൂടെ നിർത്തുക. ദീനിയായാലേ ഈ മക്കളെ കൊണ്ട് നമ്മൾക്ക് ദുനിയാവിന് ഉപകാരം ഉണ്ടാവുള്ളൂ, ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ദുനിയാവിലും ഇവർ നമ്മൾക്ക് അപമാനമാണ്, ആഖിറത്തിലെത്തിയാൽ നമ്മുടെ സ്വർഗം തടയുന്ന നമ്മുടെ ശത്രുക്കളാണ്. അള്ളാഹു പറഞ്ഞില്ലേ ഭാര്യമാരിൽ ശത്രുക്കളുണ്ടെന്ന്? അള്ളാഹു പറഞ്ഞില്ലേ മക്കളിൽ ശത്രുക്കളുണ്ടെന്ന്? എന്തേ ശത്രുക്കളായത്? ഇവരിവിടെ അലഞ്ഞു തിരിഞ്ഞ് അലവരാധികളായി തെണ്ടിത്തിരിഞ്ഞ് നടന്ന് പറഞ്ഞത് കേൾക്കാതെ തോന്നിവാസങ്ങൾ ചെയ്ത് നമ്മളതിന് അവരെ കയറൂരി വിടുകയും നമ്മൾ ഹജ്ജും ചെയ്ത് തസ്ബീഹും ചൊല്ലി നിസ്കരിച്ച് സ്വർഗം പ്രതീക്ഷിച്ച് നാളെ മഹ്ശറയിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓടി വന്ന് ഈ മക്കളെ നമ്മുടെ ശത്രുക്കളായി സ്വർഗത്തിലെത്തേണ്ട മക്കളെ നരകത്തിലേക്ക്, ഉമ്മമാരുപ്പമാരെ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. അതേ പദങ്ങൾ ഹദീസിൽ വന്നതാണ്. ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എൻ്റെ ഉപ്പ സ്വർഗത്തിൽ കിടക്കാതെ നരകത്തിൽ കിടക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ കിടക്കൂല. മക്കൾ വാശി പിടിക്കാൻ, എൻ്റെ ഉമ്മ എന്നെ വഴികേടിലേക്ക് നയിച്ച, എന്നെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കാത്ത എൻ്റെ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല. സ്വർഗത്തിലേക്ക് പോകേണ്ട ഉമ്മമാരെ, ഉപ്പമാരെ നരകത്തിലേക്ക് ഈ ശത്രുക്കളായ നമ്മുടെ മക്കൾ വലിച്ചു കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നാലാണ്. വീഴ്ച വന്നില്ലെങ്കിൽ ഈ മക്കളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എങ്ങനെ വീഴ്ച വരിക? ഇസ്ലാം പഠിപ്പിച്ചതുപോലെ, ഇസ്ലാം നിഷ്കർഷിച്ചതുപോലെ വളരെ വ്യക്തമായി 7 വയസ്സ് വരെ അവരോട് കളിക്കണമെന്നല്ലയോ പറഞ്ഞത്? ചെറിയ മക്കളൊക്കെ കൊല്ലുന്നാ പറയുന്നത്, അല്ലേ? ചെറിയ മക്കളൊക്കെ. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എന്തോ ഞാൻ ദേഷ്യപ്പെട്ടതിന് ചെറിയ കുട്ടിയുണ്ട്, ഒരു 3 വയസ്സുള്ള കുട്ടി. ഉമ്മ കത്തിയെടുക്കുമ്മ ഞാൻ ചാച്ചാനെ കൊല്ലട്ടെ. സുബ്ഹാനല്ലാഹ്, ചെറിയ കുട്ടി, 3 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തിൽ. നമ്മുടെ വീട്ടിൽ TV ഒന്നുമില്ല. ഞാൻ വിചാരിക്കുന്നതൊക്കെ എവിടുന്നാണ് പഠിച്ചത്? വീട്ടിൽ TV ഒന്നുമില്ല. അപ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മൾ അവരോട് ദേഷ്യപ്പെടാൻ, അടിക്കാൻ നിൽക്കരുത്. ആ സമയത്ത് അടിക്കേണ്ട സമയമല്ല. ലാഇബ് ഇബ്നക സബ്അ, 7 വയസ്സ് വരെ നമ്മുടെ മക്കളോട്, 7 വയസ്സ് വരെ നമ്മുടെ മക്കളോട് നമ്മൾ കളിച്ച് ജീവിക്കണം. 7 വയസ്സ് കഴിഞ്ഞാലോ അദ്ദിബുഹു സബ്അ, 14 വയസ്സ് വരെ അവർക്ക് അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. 7 വയസ്സ് കഴിഞ്ഞാൽ 14 വയസ്സ് വരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്.
ആ സമയത്താണ് അവർക്ക് ഉപദേശങ്ങൾ നൽകേണ്ടത്, അവരെ കൂടെ നിർത്തേണ്ടത്, തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഓരോ കാര്യങ്ങളിലും വ്യക്തമായ മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കേണ്ടത് ആ 14 വയസ്സുവരെയാണ്. ഈ 14 വയസ്സുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ വളർത്തിയാൽ ഈ മക്കൾ പിന്നെ തെറ്റുകാരാവൂല. 14 കഴിഞ്ഞാൽ പിന്നെ ഒരു 7 ഉണ്ട്, വസ്വാഹിബുഹു സബ്ആ, അവരെ ചങ്ങാതിമാരായി കൂടെ നിർത്തണം. 21 വയസ്സുവരെ 14 വയസ്സുവരെ എല്ലാ അദബും മര്യാദയും അച്ചടക്കവും പഠിപ്പിച്ചു കൊടുത്തു. 14 ആയാൽ അവരെ കയറൂരി വിടരുത്, കൂടെ നിർത്തണം ചങ്ങാതിയെ പോലെ. അവന്റെ വിഷമം അവർ ഞങ്ങളോട് പറയണം. പെണ്ണ് സ്കൂളിൽ പോകുമ്പോൾ നടന്നത്, വരുമ്പോൾ നടന്നത്, ബസ്സിൽ കണ്ടത് കേട്ടത് എല്ലാം വീട്ടിൽ വന്ന് ഉമ്മയോട് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഉമ്മയെ ചങ്ങാതിയായി കാണണം, ഉപ്പയെ ചങ്ങാതിയായി കാണണം. ഇങ്ങനെ ഒരു സൗഹൃദ ബന്ധം മക്കൾക്കിടയിൽ ഉണ്ടായാൽ കഞ്ചാവ് തന്നവന്റെ പേര് പറയും, ലവ് ലെറ്റർ തന്നവന്റെ പേര് പറയും, നമ്പർ തന്നവന്റെ പേര് വീട്ടിൽ വന്ന് ഉമ്മയോട് പറയും. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇത് വളരെ വ്യക്തമായി നിയന്ത്രിക്കാൻ കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏകദേശം ചെറിയ ഒരു കുഞ്ഞാണ് വടകര ഭാഗത്ത് കഞ്ചാവ് ഉപയോഗിച്ച്, ലഹരി ഉപയോഗിച്ച് വളരെ ക്രൂരമായി അതിൻ്റെ മാഫിയകൾ നശിപ്പിച്ചത്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉപ്പ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി അവനെ വീടിന്റെ വെളിയിലേക്ക് പുറത്തു വിടാതെയായി. ഇതറിയണം ആരൊക്കെയാണ് എന്ന്. ഇത് കുട്ടി പറയുമെന്ന് തോന്നിയപ്പോൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി. കുട്ടി പറഞ്ഞില്ല. എന്നിട്ട് നല്ല ശക്തമായ പവറുള്ള മരുന്നുകൾ നൽകി 2 ദിവസം കൊണ്ട് കുട്ടി മരിച്ചുപോയ സംഭവം 1 മാസം മുമ്പ് വടകര ഭാഗത്ത് നടന്നൊരു സംഭവമാണ്. എന്നിട്ട് മാതാപിതാക്കളെ വരെ ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യം. അതുകൊണ്ട് ഉമ്മമാരെ, 7 വയസ്സുവരെ നമ്മുടെ മക്കളെ ചങ്ങാതിമാരായി നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്നത്, നാളെ നരകത്തിൽ കിടക്കുന്ന സമയത്ത് മലക്കിനോട്, മാലിക് അലൈഹിസ്സലാമിനോട് നരകാവകാശികൾ പറയാണ്, ഞങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ എന്ന്. അപ്പോഴാണ് മലക്ക് ചോദിക്കുന്നത്, ഈ കരച്ചിൽ, ഈ വെപ്രാളം, ഈ ദുഃഖം, ഈ വേദന നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കാണിക്കാമായിരുന്നില്ലയോ? നിങ്ങൾക്ക് ഒരു കരച്ചിൽ ദുനിയാവിൽ വെച്ച് കരഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമായിരുന്നില്ല. നരകം ഹറാമാണെന്നല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നരകം ഹറാമാണ്. ആർക്ക്? ഒരിറ്റ് കണ്ണുനീര് വീണ നരകം ഹറാമാണ്. ഒരിറ്റ് കണ്ണുനീര് മതി, റബ്ബിനെ പേടിച്ച്, സർവശക്തനായ ഇലാഹായ അള്ളാഹുവിനെ പേടിച്ച്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവനും കരഞ്ഞുപോയത് ഈ ആയത്തിനെ ഓർത്തിട്ടാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ, ഞാൻ ഇന്ന് നിസ്കരിക്കട്ടെ? ആയിഷ ബീബി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ, എൻ്റെ പുതപ്പിൽ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ഇഷ്ടം നിസ്കാരമാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഇഷ്ടമാക്കി ഞാൻ മാറ്റുകയാണ്. കരയാൻ തുടങ്ങി മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നപ്പോ ഹബീബ് ഇരുന്നിട്ട് കരയുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, മുത്തുനബിയെ, ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതും പുറത്തു തന്നില്ലയോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പോഴാണ് പരിശുദ്ധ ഹബീബ് പറഞ്ഞത്, ബിലാലെ, അതല്ല പ്രശ്നം. ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങുകയുണ്ടായി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചതിൽ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ബുദ്ധിയുള്ളവർ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമാ,
നിന്നുകൊണ്ട് വഖുഊദൻ ഇരുന്നുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളാണവർ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം കിടന്നുകൊണ്ടും അവർ അല്ലാഹുവിനെയാണ് ഓർക്കുന്നത്. എന്നിട്ട് ആകാശങ്ങളെ കുറിച്ച്, രാത്രിയെ കുറിച്ച്, പകലിനെ കുറിച്ച് ആലോചിച്ചവർ പറയുന്നത് റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. ഈ ആയത്ത് ഓതുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാത്തവന് നാശമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് ബിലാലെ. സൂറത്തുൽ അറാഫിലെ 90-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നുണ്ട്, 90-91 ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്. ഈ ആയത്ത് ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഓതിവിടുന്ന ആളുകൾ വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഇത് ഓതുകയും ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ആലോചിക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് അപകടമാണ്, നാശമാണ് എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിവിടെ ഒരു 15 വർഷം മുമ്പ് ഇവിടെ എവിടെയോ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാഡമിയിൽ 2-3 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഉപ്പള കുന്നിൽ നിന്നാണ് എനിക്ക് ഓർമ്മ, ഇവിടെ എവിടെയെന്ന് എനിക്കറിയില്ല, ഇവിടെ എവിടെയോ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന അനസ് ഹുദവി ഉസ്താദിൻ്റെ കൂടെ ഞാൻ വരികയും, എന്നിട്ട് എനിക്കിപ്പോൾ ഓർമ്മ, ഞാൻ അന്ന് പ്രസംഗത്തിൽ ഉറങ്ങിയിട്ട് എൻ്റെ സ്റ്റാൻഡ് എടുക്കും വീഴാനായി. ഉസ്താദ് കുറേ നേരം പ്രസംഗിച്ച്, അപ്പോൾ ഞാനവിടെ ഇരുന്ന് പിന്നെ ഞാൻ പ്രസംഗിച്ച്, എനിക്കിപ്പോൾ ഓർമ്മ വരുത് ഇവിടെ ചുറ്റുഭാഗത്ത് എവിടെയാണ് ഉപ്പള കുന്നിൽ, ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയില്ല. ഒരു 15 വർഷം മുമ്പ്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വീണ്ടും കണ്ടുമുട്ടാൻ നമ്മൾക്ക് അവസരമുണ്ടായി, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അള്ളാഹു പറയാണ്, ഈ ഒരു വിഷയങ്ങളിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരയുന്ന ആളുകൾക്ക് ഒരു സെക്കൻഡ് മതി. നമ്മുടെ ഈച്ചയുടെ തല, അതിൻ്റെ വലുപ്പമുള്ള ഒരു കണ്ണുനീർത്തുള്ളി നമ്മുടെ കണ്ണിൽ നിന്ന് വീണാൽ അതുകൊണ്ട് അവൻ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. വലൗ മിസ്ല റഅസി ദുബാബ്, ഈച്ചയുടെ തലയുടെ വലുപ്പമുള്ള കണ്ണുനീർത്തുള്ളി മതി എന്നാണ്. കുറേയൊന്നും വേണ്ട. അള്ളാനെ പേടിച്ചിട്ട് ഒരിറ്റ് കണ്ണുനീരുണ്ടായാൽ തന്നെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. 3 കണ്ണുകളിൽ 1 ഹറാമിൽ നിന്ന് നിയന്ത്രിച്ച കണ്ണ്, 2 അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ്, 3 അള്ളാഹുവിന് വേണ്ടി രാത്രി ഉറക്കൊഴിച്ച കണ്ണ്. ഈ 3 കണ്ണുകൾ നാളെ നരകത്തിൽ കിടക്കൂല. അള്ളാഹു ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണ്ടേ? 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടണ്ടേ? 1 ഹറാമിൽ നിന്ന് കണ്ണ് നിയന്ത്രിക്കാം, 2 കരയാം, അള്ളാഹുവിനെ ഓർത്തിട്ട് കരയാം, 3 രാത്രി മുഴുവനും ഉറക്കൊഴിക്കാം, അല്ലെങ്കിൽ മിനിമം തഹജ്ജുദിന് വേണ്ടിയിട്ടെങ്കിലും എണീക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നരകം ഹറാമാണെന്ന് പറഞ്ഞാൽ നരകം അവർക്ക് കിട്ടുകയില്ല, നിഷിദ്ധമാണ്. അവർ സ്വർഗത്തിൽ കിടക്കുമെന്നല്ല പറഞ്ഞത്. സ്വർഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞാൽ കുറച്ചു കാലം നരകത്തിൽ കിടന്നിട്ട് സ്വർഗത്തിൽ എത്തുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അവർക്ക് നരകം ഹറാമാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മാലിക് അലൈഹിസ്സലാമിനോട് കരയുമ്പോൾ മാലിക് അലൈഹിസ്സലാം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ഒരു കരച്ചിൽ ദുനിയാവിൽ വെച്ച് കരയാമായിരുന്നില്ലയോ എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന് മഹാനായ മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ടവരോട്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. അല്ല ജിബ്രീലേ, ഇവിടെ ഉമ്മത്ത് മുഹമ്മദ് ഉണ്ടല്ലോ, മുഹമ്മദ് നബിയുടെ സമുദായമുണ്ടല്ലോ എന്ന്. അതെ, ഇവിടെ ചില ആളുകളുണ്ട്, അവരുടെ മുഖം പ്രകാശിതമാണ്. അവരുടെ മുഖം, അവരുടെ ഖൽബിന്, അവരുടെ ഹൃദയത്തിന്, അവരുടെ മുഖത്തിനൊരു പ്രകാശം, വ്യത്യസ്തമായ ഒരു ഭംഗിയുണ്ട്. എന്തേ? അവർ ഉമ്മത്ത് മുഹമ്മദാണ്. അവരുടെ നെറ്റിത്തടങ്ങൾ സുജൂദ് ചെയ്തവരാണ്. അവരുടെ ഹൃദയങ്ങളിൽ ഖുർആനിന്റെ ആയത്തുകളുണ്ട്. മാലിക് അലൈഹിസ്സലാം പറയാൻ, അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഉള്ളതുകൊണ്ട്, നെറ്റിത്തടങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഉപയോഗിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഒരു മഹത്തായ അനുഗ്രഹം ലഭിച്ച ആളുകളാണവർ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ മഹാന്മാരായ മാലിക് അലൈഹിസ്സലാം നരകാവകാശികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ജിബ്രീലാണ്, അള്ളാഹുവിന്റെ ഹബീബിന് സന്ദേശം എത്തിക്കുന്ന ആളാണ്. മുഹമ്മദ് നബിയുടെ പേര് കേട്ടപ്പോൾ നരകാവകാശികളൊക്കെ സന്തോഷം കൊണ്ട് അട്ടഹസിക്കാൻ തുടങ്ങി. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ, ഒന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ഞങ്ങളെ രക്ഷപ്പെടാൻ പറയുമോ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറയുമോ? ഒന്നും വേണ്ട, ഉമ്മത്ത് മുഹമ്മദ് താങ്കളുടെ സമുദായം നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. പരിശുദ്ധ ഹബീബിനോട്
പരിശുദ്ധ റസൂലുള്ളാഹിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ സമുദായം നരകത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കണമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നേരെ സ്വർഗ്ഗത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. പരിശുദ്ധ ഹബീബിനോട് വിശേഷങ്ങൾ അന്വേഷിച്ചു. നരകത്തിൽ നിങ്ങളുടെ സമുദായമുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സ്വർഗത്തിലാണ് എന്ന പരിസരബോധം പോലും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ നരകത്തിലേക്ക് കടന്നു വന്നിട്ട് നരകക്കാരന്റെ കൈ പിടിച്ച് എല്ലാ ആളുകളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു ഇവരിൽ പെടുത്താൻ വേണ്ടി ദുആ ചെയ്യണ്ട, ഇവരിൽ പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണ്ട. നമുക്ക് ഇവരിലല്ല പെടേണ്ടത്. നമ്മൾക്ക് ആരിലാ പെടേണ്ടത്? ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നമ്മൾക്ക് ലഭിക്കണം. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം ലഭിക്കണം. അല്ലാഹുവേ അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പറഞ്ഞു വരുന്നത് അള്ളാഹു പറയാണ്, രണ്ട് വിഭാഗം ആളുകളാണുള്ളത്. ചില ആളുകൾ നരകത്തിലാണ്. ഏതുവരെ? ഖിയാമത്ത് നാള് കഴിഞ്ഞ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം, അഥവാ അനന്തമായി മരണമില്ലാത്ത കാലം വരെ അവർ നരകത്തിലാണ്. ചില ആളുകൾ നരകാവകാശികളല്ല, ഇവർ വിജയിച്ചവരാണ്, ഇവർ സ്വർഗത്തിലാണ്. ഇവരും അനന്തമായി മരണമില്ലാതെ അനന്തമായി ഒരുപാട് കാലം സ്വർഗത്തിൽ കിടക്കുന്നവരാണ് എന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുമ്പോൾ, മരണമില്ലാത്ത ആ സ്വർഗത്തിലേക്ക് പുറപ്പെടാനുള്ള ജൈത്രയാത്രയിലാണ് നമ്മൾ. ആ സ്വർഗം എത്തിപ്പിടിക്കാനുള്ള മത്സരത്തിലാണ് നമ്മൾ. ആ സ്വർഗം എത്തിപ്പിടിക്കാനുള്ള അതീവ പ്രയത്നത്തിലാണ് നമ്മൾ. അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. അതിനുള്ള 8 വിജയമന്ത്രങ്ങളാണ് വിശദീകരിക്കാതെ ഞാൻ വളരെ വേഗത്തിൽ പറയാൻ പോകുന്നത്. മഹാനായ ഹാതിമുൽ അസ്സം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ഷഖീഖുൽ ബൽഖി, അദ്ദേഹം 30 വർഷമാണ് ഉസ്താദിന്റെ കൂടെ ശിഷ്യൻ പഠിച്ചത്. 30 വർഷമാണ്. ഹാതിമുൽ അസ്സം എന്ന് പറയുന്ന ശിഷ്യൻ ഉസ്താദായ ഷഖീഖുൽ ബൽഖിയുടെ വീട്ടിൽ പോയിട്ട് 30 വർഷം ഇൽമ പഠിച്ചു. പണ്ടത്തെ പോലെ സ്ഥാപനങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഉസ്താദ് കുട്ടികളെ തേടിയിട്ട് വരാൻ. പണ്ട് കുട്ടികൾ ഉസ്താദിനെ തേടിയിട്ട് പോവായിരുന്നു പതിവ്. അങ്ങനെ 30 വർഷം കഴിഞ്ഞപ്പോ ഉസ്താദ് ചോദിച്ചു കുട്ടിയോട്, ഹാതിമുൽ അസ്സം തങ്ങളോട് ചോദിച്ചു, സ്വഹബതനി മുൻദു 30 സന, 30 വർഷമായി താങ്കൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? അങ്ങനെ ചോദിക്കൂലേ? ഇപ്പൊ ഇന്ന് വാല കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ ഉമ്മ ചോദിക്കും, മോനെ നീ വാല കേട്ടോ? അങ്ങനെ ചോദിക്കുന്ന ഉമ്മമാരുണ്ടോ? എവിടെ? വാലിന് ഇരുന്നോന്ന് തന്നെ അറിയില്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട് പഴയ കാലത്ത് നമ്മുടെ പഠിക്കുന്ന സമയത്തൊക്കെ ഉപ്പമാരെ, എൻ്റെ ഉപ്പൊക്കെ പള്ളിയിലേക്ക് മഗ്‌രിബ് നിസ്കാരത്തിന് കൊണ്ടുപോയാൽ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ കഴിയാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ ചോദ്യം ചെയ്യും. അതിൻ്റെ പേരിൽ അടിച്ചിട്ട് വരെയുണ്ട്. റമദാനിലൊക്കെ ളുഹുർ നിസ്കാരത്തിന് പള്ളിയിൽ പോയാൽ അസർ വരെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഒരു ദിവസം അങ്ങനെ ഇറങ്ങി മെല്ലെ വന്നപ്പോൾ ഉപ്പ ഞാനറിയാതെ പിന്നാലെ വന്നിട്ട് എവിടെയൊക്കെ പോകുന്നത്. ഇതൊക്കെ ചെയ്യേണ്ട ഒരു വിഷയം. നമ്മൾ ഇത്രയും സൂക്ഷ്മമായി മക്കളെ നിരീക്ഷിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉപ്പയും ആവുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ ഇവിടെ വാല് കേട്ടിട്ടുണ്ടോ എന്ന് വരെ പല ഉമ്മമാർക്കറിയില്ല, പല ഉപ്പമാർക്കറിയില്ല. എൻ്റെ മക്കൾ ഇവിടെ ഉണ്ടോ, വന്നിട്ടുണ്ടോ, അല്ല വീട്ടിലാണോ, അല്ല ക്ലബിലാണോ, അല്ല അങ്ങാടിയിലാണോ എന്ന് വരെ നോക്കൂല. പ്രിപ്പർ നോക്കൂല. എൻ്റെ മകൻ വന്നിട്ടുണ്ടോ ഒന്നും ചോദിക്കൂല. ഇനി വീട്ടിലെത്തി നേരെ പോവും, ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കും, കഴിച്ചിട്ട് കിടന്നുറങ്ങും. മക്കൾ വീട്ടിൽ വന്നോ അതും അറിയില്ല. ഇതൊക്കെ മാറണം മുഅ്മിനീങ്ങളെ. ചെറിയൊരു ശ്രദ്ധ നമ്മുടെ മക്കളിൽ ഉണ്ടാവണം. ഞാനൊരു കാര്യം പറയട്ടെ. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിൽ ഒരു വലിയൊരു ഉറൂസ് നടക്കുന്നൊരു സ്ഥലത്ത് ഒരു RSSകാരൻ പർദ്ദയിട്ട് സ്ത്രീകളുടെ സദസ്സിലേക്ക് വന്നൊരു സംഭവം ഒരാഴ്ച മുമ്പ് നടക്കുകയുണ്ടായി. പർദ്ദയിട്ടിട്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഒരു RSSകാരൻ, എൻ്റെ സുഹൃത്താണ് ആളെ പിടിച്ചത്. ഇങ്ങനെ നടക്കാണ്, പർദ്ദ ഇട്ടിട്ട് ഇങ്ങനെ നടക്കാണ്. നടത്തത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോൾ പിന്നാലെ ഫോളോ ചെയ്തു. ആണ് നടക്കുന്ന പെണ്ണ് നടക്കുന്നൊരു വ്യത്യാസമില്ലേ? ആണ് മസിൽ പിടിച്ച് നടക്കും, പെണ്ണ് കൊണിച്ച് നടക്കൂലേ? അപ്പോൾ എന്തൊരു വ്യത്യാസം തോന്നിയിട്ട് അങ്ങനെ ഫോളോ ചെയ്തു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് കയറി. സ്ത്രീകളുടെ ഭാഗത്തേക്ക് കയറിയപ്പോൾ ഇവൻ്റെ പരിചയമുള്ള സഹോദരന്മാരൊക്കെ വിളിച്ചൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞു. ശിവർക്കൊന്നും ഇതിൽ സംശയം തോന്നിയില്ല. ശിവനിങ്ങനെ സംശയമുണ്ട്.
കുറേ നേരം നോക്കിയപ്പോൾ അതേ പെണ്ണ് ഇങ്ങനെ പുറത്തു വരുന്ന കണ്ടപ്പോൾ ഫോളോ ചെയ്തു. ബാക്കിൽ ഒരാളുണ്ട് എന്നറിഞ്ഞപ്പോൾ സ്പീഡ് കൂട്ടി, പേര് ചോദിച്ചു, കൃത്രിമമായ ശബ്ദത്തിൽ എന്തോ പറഞ്ഞു, കൈ പിടിക്കുമ്പോൾ കൈ തട്ടുമ്പോൾ ആണിൻ്റെ കൈയും പെണ്ണിൻ്റെ കൈയും കണ്ടാൽ അറിയില്ലേ, പർദ്ദ വലിച്ചൂരി നോക്കുമ്പോൾ നല്ല മീശക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, കയ്യൊറയുണ്ട്, മുഖം മറിച്ചിട്ടുണ്ട്, പർദ്ദ ഇട്ടിട്ട് ഒരാഴ്ച മുമ്പ് ഒരു ഉറൂസിൽ പങ്കെടുത്താണ്. എന്തിനു വന്നതാ? എന്തിനായിരിക്കും? പെണ്ണിൻ്റെ വേഷം കെട്ടി ഉറൂസിൻ്റെ വേദിയിൽ വന്നിട്ട് താൻ ഇഷ്ടപ്പെടുന്ന കാമുകിക്ക് ഫോൺ ചെയ്യാം, ഞാനിവിടെ ഉണ്ട്, ഇവിടെ വാന്ന്. എന്നിട്ട് പെണ്ണെന്തെയും വന്നിട്ട് അവിടെ ഇവൻ്റെ കൂടെ ഇരുന്നിട്ട് കസേരയിൽ വാല് കഴിയുന്നത് വരെ സംസാരിച്ചാൽ ഇപ്പുറത്തുള്ള ഉമ്മാക്കറിയോ ഇത് RSSകാരനാണ്, ഇത് കാമുകനാണെന്ന് ഉമ്മക്കറിയോ? ഇല്ല. ഉമ്മ എന്താ വിചാരിക്കുക, ഇത് സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ചങ്ങാതി ആയിരിക്കും, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ചങ്ങാതി ആയിരിക്കും. 2 മണിക്കൂർ ഇവർ കയ്യും പിടിച്ചിട്ട് ഇവിടെ നടന്നു, അങ്ങാടിയിൽ നടന്നു, പുറത്ത് നടന്നു. ഇനി ഏതെങ്കിലും വീട്ടിലേക്ക് കയറിപ്പോയാലും ഏതെങ്കിലും ആരും കാണാത്ത സ്ഥലത്തെത്തിയാൽ ആരെങ്കിലും സംശയിക്കും, രണ്ടാളും പെണ്ണല്ലേ. ഇതൊക്കെ നടക്കുകയാണ്. ശ്രദ്ധിക്കണം, വല്ലാതെ ശ്രദ്ധിക്കണം. വേദനയൊക്കെ വരുമ്പോൾ മക്കളൊക്കെ തനിച്ചാക്കി വീട്ടിലിട്ട് വരരുത്. വാതിന് വരുമ്പോൾ ഒരു വലിയൊരു വാതിൻ്റെ സദസ്സിലേക്ക് വരുമ്പോൾ ഒരു പെണ്ണ് പറഞ്ഞത്രേ, ഞാൻ വരുന്നില്ല, എനിക്ക് പഠിക്കാനുണ്ട്. ഉപ്പത് കേട്ടിട്ട് ഉപ്പയും ബാക്കിയുള്ള ആളുകളൊക്കെ വാതിന് വന്നു. പെണ്ണ് ഇത് മുമ്പേ പ്ലാൻ ചെയ്താണ്. ഉപ്പ പോയ സമയത്തേക്ക് ഒരു കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. നിങ്ങൾ പറയില്ലേ മക്കളോട്, ഞാനൊന്ന് മീൻ വാങ്ങി, നീ മാർക്കറ്റിൽ വരുന്നുണ്ടോ, ടൗണിലേക്ക് വരുന്നുണ്ടോ എന്ന് ഉമ്മ ചോദിക്കും. പെണ്ണ് പറയും, ഞാൻ വരുന്നില്ല, എനിക്ക് പണിയുണ്ട്. ഉമ്മ പോകും, എല്ലാവരും പോകും, പെണ്ണൊറ്റയ്ക്ക്. പിന്നെ ആര് വന്നാലും ആര് പോയാലും ആർക്കെങ്കിലും അറിയോ? അതുകൊണ്ട് ഒരു നിരീക്ഷണം എന്നും നല്ലതാണ്. പർദ്ദയിട്ട ആളെന്നെ മകളുടെ കൂടെ നിൽക്കുമ്പോൾ ഒന്ന് നോക്കുക, മുഖം തുറന്നിട്ട് മീശയുണ്ടോ, പർദ്ദ മാത്രമാണോ, ഇത് മീശയുള്ള പെണ്ണാണോ, മീശ ഇല്ലാത്ത പെണ്ണാണോ എന്നൊക്കെ നോക്കുക. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അടിച്ചു, ശരിക്കടിയൊക്കെ കൊണ്ടു. പോലീസുകാരൊക്കെ വന്നു, പ്രശ്നമായി. പത്രത്തിലൊക്കെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പത്രത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളൂ. അവിടുത്തെ ലേറ്റസ്റ്റ് എന്തൊരു പത്രം ഉണ്ടല്ലോ കാഞ്ഞങ്ങാട്, അത് വായിച്ചാൽ ഞങ്ങൾക്ക് മൊത്തം ന്യൂസൊക്കെ കിട്ടാം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങളൊക്കെ ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. അപ്പോൾ വാല് കഴിഞ്ഞിട്ട് പോയ മക്കളോട് നമ്മൾ ചോദിക്കണം, എന്ത് പഠിച്ചു മോനെ, ഇന്നത്തെ വാലിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടി, നീ എന്ത് നേടി? വാത് കേട്ട മക്കൾ പറയും, ഞാൻ അത് കേട്ടു, ഇത് കേട്ടു. വാതിന് വരാത്ത മക്കൾ എന്ത് പറയാനാ? അപ്പോൾ നീ എന്ത് വാത് കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ ഉണ്ടായിരുന്നു ഉമ്മ. എവിടെ ഉണ്ടായിരുന്നു? ആരാ നിന്റെ കൂടെ ഉണ്ടായത്? ഇതൊക്കെ ചോദിക്കാനുള്ളൊരു തൻ്റെ ഇടം ഉമ്മയും ഉപ്പമാരും ഉമ്മമാരും കാണിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ മരിച്ചുപോയ ആളാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ പിതാവ് നേരത്തെ മരിച്ചുപോയ ആളാണ്. ഉമ്മ വളരെ നേരത്തെ ഉണർന്ന് വെള്ളം ചൂടാക്കുമത്രേ. സുബഹി ബാങ്കിൻ്റെ 1 മണിക്കൂറൊക്കെ മുമ്പേ ഉണർന്ന് വെള്ളം ചൂടാക്കും. എന്നിട്ട് മകനെ കുളിപ്പിക്കും. മകന് 10 വയസ്സായിട്ടുള്ളൂ. 10 വയസ്സായ മകനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് ഉമ്മയും മകനും സുബഹി ബാഗ് വിളിക്കുന്നത് വരെ ദുആ ചെയ്ത് നിസ്കരിച്ചു സമയം ചെലവഴിക്കും. എന്നിട്ട് സുബഹി ബാഗ് വിളിച്ചാൽ ഈ ഉമ്മ മകന്റെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി മകനെ പള്ളിയിലാക്കും. ഉമ്മ തിരിച്ചു പോകും. എന്നിട്ട് നിസ്കാരം കഴിയുന്ന സമയത്ത് ഉമ്മയുടെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്നിട്ട് ഈ മകനെയും കൂട്ടി തിരിച്ചു പോകും ഉമ്മ. ഇങ്ങനെയാണ് ഉമ്മമാര് മക്കളെ വളർത്തേണ്ടത്. 10 വയസ്സായ മക്കളെ, പ്രായപൂർത്തിയെത്തിയ 40കാരനെയല്ല, 10 വയസ്സായ മക്കളെ തഹജ്ജുദിന് എണീപ്പിച്ച് കുളിപ്പിച്ച് പള്ളിയിലേക്ക് കയ്യും പിടിച്ച് കൊണ്ടുപോവാൻ ലോകം കണ്ട പ്രഗത്ഭനായ ആലിമായി മാറിയില്ലേ? ഇതൊക്കെയായിരുന്നു ഞാൻ ഇന്ന് ഉദ്ദേശിച്ച വിഷയം. പക്ഷെ എനിക്കത് പൂർത്തിയാവാത്തത് കൊണ്ട് ഞാനിവിടെ ആ വിഷയം ചർച്ച ചെയ്യാത്തത്. ഏതായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങളോട് ചോദിക്കുകയാണ്, 30 വർഷക്കാലം പഠിച്ച് എന്താണ് നീ നേടിയത്? ഹാത്തിമുൽ അസ്മ തങ്ങൾ പറഞ്ഞു, 8 കാര്യം ഞാൻ പഠിച്ചു. ഏതൊക്കെയാണത്? അപ്പോഴാണ് ഉസ്താദിനോട് ശിഷ്യൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്, ഉസ്താദേ, ഞാൻ എവിടെ നിന്ന്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേടിയ കാര്യത്തിൽ ഒന്നാമത്തേത്, ഞാൻ ജനങ്ങളെ എല്ലാവരെയും ശ്രദ്ധിക്കുകയുണ്ടായി, എല്ലാ ആളുകളെയും ഞാൻ നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും ഒരു സ്നേഹിതനുണ്ട്, ഒരു ചങ്ങാതിയുണ്ട്, അടുത്ത ഫ്രണ്ടുണ്ട്, സുഹൃത്തുക്കളുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ എല്ലാ ചങ്ങാതിമാരും മരണം വരെയാണ് കൂടെ ഉണ്ടാവുക, അല്ലെ? മരണം വരെയല്ലേ നമ്മുടെ ചങ്ങായിമാരൊക്കെ കൂടെ ഉണ്ടാവുക. എത്ര ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും, ഞാൻ ജീവൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞാലും, മരിച്ചാൽ പിന്നെ നമ്മുടെ കൂടെ അവരുണ്ടാവൂല. ചില ചങ്ങാതിമാര് നമ്മുടെ ജനാസ ചുമന്നിട്ട് ഖബറിലേക്ക് കടന്നു വരും. ഖബർ വരെ ഒരുപടി മണ്ണ് വാരി നമ്മളിലേക്ക് എറിയും. മിൻഹാ ഖലഖ്നാകും, ഇതിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്.
വഫീഹാ നുഈദുകും, ഇതിലേക്കാണ് ഞാൻ നിങ്ങളെ മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഇനി ഞാൻ നിങ്ങളെ വീണ്ടും കൊണ്ടുപോകുന്നത് ഇതേ മണ്ണിൽ നിന്നാണ്. ഇത് പറഞ്ഞ് ഒരു പിടി മണ്ണ് വാരി ഏത് വലിയ ചങ്ങാതിയാണെങ്കിലും തിരിച്ചു പോവാൻ, ഭാര്യ ഇല്ല, മക്കൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ, നാട്ടുകാർ, അവരെല്ലാവരും ഖബർ വരെ കടന്നു വന്ന് നേരെ തിരിച്ചു പോവുകയാണ്. ഈ ചങ്ങാതിമാരുണ്ടായിട്ട് എനിക്കെന്തുപകാരം? ഈ ചങ്ങാതിമാരുണ്ടായിട്ട് എനിക്കെന്തുപകാരം? എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. നമ്മൾ പറയില്ലേ, നമ്മളെ ഉപകരിക്കുന്ന ചങ്ങാതിയാണ്, ആവശ്യത്തിന് കിട്ടുന്ന ചങ്ങാതിയാണ് യഥാർത്ഥ ചങ്ങാതി. വലിയ ചങ്ങാതിയൊക്കെ ആകും, ഫുഡൊക്കെ അടിക്കാൻ കൂടെ ഉണ്ടാകും. ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഒരു 1,00,000 രൂപ തരുമോ, 1,00,000 രൂപ തരുമെന്ന് വെച്ചാൽ പിന്നെ എന്താ എനിക്ക് കേട്ടിട്ടില്ല, റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെയല്ല കുറച്ച് ചങ്ങായിമാർ. പൈസ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് ചങ്ങായിമാരുണ്ട്. അപ്പം നമ്മൾക്ക് ഉപകാരത്തിന് കിട്ടാത്ത ചങ്ങാതിമാരെ കൊണ്ട് എന്ത് നേട്ടം? ചങ്ങാതിമാരാണെങ്കിൽ നമുക്ക് ഉപകാരം വേണ്ടേ? ദുനിയാവിൽ അവരെ കൊണ്ട് ഉപകാരം കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് ഉപകാരം വേണ്ടത് ആഖിറത്തിലാണ്. ഞാൻ ആലോചിച്ചു, എൻ്റെ ഖബറിടം വരെ വന്ന് തിരിച്ചു പോകുന്ന ചങ്ങാതിമാരുണ്ടായിട്ട് എനിക്കൊരു ഉപകാരമില്ല. അന്നു മുതൽ ഞാനൊരു തീരുമാനമെടുത്തോ, എനിക്ക് ചങ്ങാതി വേണ്ടത് ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന എൻ്റെ ഖബറിടത്തിലേക്ക് വരുന്ന ചങ്ങാതിമാർ. എൻ്റെ ഖബറിടത്തിലേക്ക് ചങ്ങാതി വരണം. ആ ചങ്ങാതി ഉണ്ടെങ്കിൽ എനിക്ക് ഉപകാരമുള്ളൂ. ആ ചങ്ങാതി ആരാണ്? ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എൻ്റെ ഖബറിടത്തിൽ എൻ്റെ കൂടെ കിടക്കുന്ന ചങ്ങാതി ആര്? ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് എനിക്ക് കിടക്കാൻ കഴിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അൽ-അഅമാലു സ്വാലിഹ, സൽപ്രവർത്തനങ്ങളാണ് എൻ്റെ കൂടെ ഖബറിലേക്ക് വരുന്ന ചങ്ങാതിമാർ. വേറൊരാളും വരൂല. സൽപ്രവർത്തനങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും എൻ്റെ ഖബറിടത്തിലേക്ക് കടന്നു വരാൻ കഴിയൂല എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എൻ്റെ ഖബറിടത്തിലേക്ക് വരുന്ന ചങ്ങാതിമാരെ ഞാൻ എൻ്റെ ഫ്രണ്ടാക്കി, എൻ്റെ ചങ്ങാതിയാക്കി, എൻ്റെ സ്നേഹിതനാക്കി. ആരൊക്കെയാണ് ഖബറിടത്തിലേക്ക് കടന്നു വരുന്ന ചങ്ങാതി? ആരൊക്കെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. 4 കാര്യങ്ങൾ ചെയ്താൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഖബറിടം വിശാലമാകും, നിങ്ങളുടെ ഖബറിടം പ്രകാശിപ്പിക്കപ്പെടും. നിങ്ങളുടെ ഖബറിടത്തിന് വീടിനേക്കാളും വിശാലത, വീടിനേക്കാളും ഭംഗി, വീടിനേക്കാളും വെളിച്ചം, വീടിനേക്കാളും സൗകര്യം നിങ്ങളുടെ ഖബറിടമായി മാറും. വീടിനേക്കാളും സുഖമുണ്ടെങ്കിൽ വീടിനേക്കാളും നല്ലത് ഖബറല്ലയോ? അല്ലേ? നമ്മുടെ വീടിനേക്കാളും സുഖം ഖബറിലുണ്ടെങ്കിൽ വീടാ നല്ലത്, ഖബറാണോ? ഏതാ നല്ലത്? ഖബറല്ലേ? അപ്പൊ ഖബറല്ലേ നല്ലത്? അങ്ങനെ പറഞ്ഞത്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി, അല്ലാഹുവേ ഇയാളുടെ വീടിനേക്കാളും നല്ല ഒരു വീട് നീ നൽകണേ അല്ലാ. ഖബറിനെ പറഞ്ഞത്. അല്ലാഹുവേ ഇയാളുടെ ഖബറിനെ ഇയാളുടെ വീടിനേക്കാളും നല്ല വീടാക്കി മാറ്റണേ അല്ലാ എന്ന് മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടെടുത്ത 2 കോടി 3-4 കോടിയൊക്കെ ചെലവഴിച്ച വീടാണ്. അവൻ നല്ല മുത്തഖിയാണെങ്കിൽ അവൻ്റെ 10,000 സ്ക്വയർ ഫീറ്റിനേക്കാളും വലുപ്പം അവൻ്റെ ഖബറുണ്ടാവും. അവൻ്റെ ഇവിടെയൊക്കെ ഒരു നമ്മൾ ആർക്കിടെക്ചറൊക്കെ കൊണ്ടുവന്നു, എഞ്ചിനീയർമാരൊക്കെ കൊണ്ടുവന്നു, മനോഹരമാക്കുന്നതിനൊരു ലിമിറ്റില്ലേ? പൈസ എത്ര ഉണ്ടെങ്കിലും ഇത് ചെയ്യുന്നതിനൊരു ലിമിറ്റില്ലേ? ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊരു കഴിവിൻ്റെ ഒരു ലിമിറ്റില്ലേ? പക്ഷെ ഖബർ അങ്ങനെയല്ല. ഖബർ ഇവിടെ ചെയ്ത ഇന്റീരിയറിനേക്കാളും ഫർണിച്ചറുകളെക്കാളും ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ മനോഹരമാണ് അവിടെ നമ്മൾ വിചാരിച്ചത് അവിടെ ഉണ്ടാവുക. അപ്പോൾ എത്ര വലിയ കോടീശ്വരനാണ്, അത്രയും മനോഹരമായ വീട് കെട്ടിയിട്ട് അയാൾ മുത്തഖിയാണെങ്കിൽ ആ വീടിനേക്കാളും നല്ല വീട് ഖബറിലുണ്ടാകും. ഈ അടുത്തൊരു വലിയൊരു മുതലാളി ഒരു 15 കോടിയുടെ ഒരു വീടിൻ്റെ പ്ലാൻ കാണിച്ചു. 15 മാസം കൊണ്ട് ആ വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നതാണ് എഞ്ചിനീയറിന് കൊടുത്ത നിർദ്ദേശം. ഒരു ദിവസം വൈകിയ എഞ്ചിനീയറിന് ഫൈനാണ്. 15 മാസം എന്ന് പറഞ്ഞാൽ 1.5 വർഷം കൊണ്ട് ആ വീട് നിർമ്മിച്ച് കൊടുക്കണം. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല വീട്, ഇപ്പോൾ എടുത്തിട്ടാണ് കുറ്റിയിട്ടത്. വലിയൊരു മുതലാളിയാണ്, ഗൾഫിലൊക്കെ ഉള്ള പ്രവാസി ലോകത്തുള്ള. നമ്മളെ ഇവരുണ്ട്, നിങ്ങളെ ലത്തീഫ് സാഹിബ് ആരാണ്? നിങ്ങളാ പിന്നെ മസ്കറ്റിൽ ടീ ടൈമൊക്കെ അറിയില്ലേ? അതിൻ്റെ മുതലാളി ബഷീർ ഖാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഖത്തറിലാണ്, അറിയില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വീട് മാഷാ അല്ലാഹ് നല്ലൊരു നന്നായി ദീനിയായ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം 15 മാസം കൊണ്ട് വീട് നിർമ്മിക്കണമെന്ന് പറഞ്ഞ് നല്ലൊരു പ്ലാനൊക്കെയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ സഹായിച്ച് ഇതിൻ്റെ തഖ്വയോടെ ജീവിച്ചാൽ ആ വീടിനേക്കാളും നല്ല വീട് ഖബറായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിനേക്കാളും നല്ല ഖബറാണെങ്കിൽ വീടിനേക്കാളും സുഖം അവിടെയല്ലേ? അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി
വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അല്ലാഹുവേ കുടുംബത്തെക്കാളും നല്ല കുടുംബം നീ ഖബറിൽ കൊടുക്കണേ അല്ലാ. ഇതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കുടുംബത്തെക്കാളും നല്ല കുടുംബം ഖബറിൽ കിട്ടുമെന്നാണ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തെക്കാളും നല്ല കുടുംബം ഖബറിലുണ്ടെങ്കിൽ പേടിക്കാനുണ്ടോ? ഒരു പേടിയില്ല. കാരണം ഇവിടത്തെക്കാളും രസം അവിടെയാണ്. തമാശകൾ പറയാ, ചങ്ങാതിമാര്, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ട്. ഇവിടെക്കാളും സുഖം അവിടെയാണ്. പിന്നെ പറയുന്നത് അല്ലാഹുവേ ഭാര്യയെക്കാളും നല്ല ഭാര്യ എവിടെ കൊടുക്കണേ അല്ലാ. ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ കിട്ടിയാൽ സന്തോഷം തന്നെയല്ലേ? നാട്ടിൽ കിട്ടിയാൽ സന്തോഷമാണ്, പിന്നെ ഖബറിൽ പറയണ്ടല്ലോ അല്ലെ. ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ കിട്ടി, അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. നീതിവളെ കൊണ്ട് തോറ്റുപോയി പഠിച്ചോനെ, എന്തൊരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അപ്പോഴേക്കും പരാതിയായിട്ട് വരും. ഇതേപോലെ ചിരിക്കണ്ട, ഭർത്താവിനെക്കാളും നല്ലൊരു ഭർത്താവും ഖബറിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഖബറല്ലേ സുഖം. ചായക്ക് പഞ്ചസാര കുറഞ്ഞതിന്റെ പേരിൽ അവൾ ചീത്ത പറഞ്ഞത്, ഇസ്തിരി ഇട്ടപ്പോ അയൺ ചെയ്തപ്പോ ചുളിവ് നിവരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാരില്ലേ? ഇവൾക്ക് ഇസ്തിരിട്ട് കൊടുക്കാൻ വല്ല കടമയും ബാധ്യതയുണ്ടോ? ഭർത്താവിന്റെ കുപ്പായം തേച്ചു കൊടുക്കാനൊന്നും ഇവളെ പണിയല്ല, ഭാര്യയുടെ ഡ്യൂട്ടിയല്ല. ഇവള് സ്നേഹം കൊണ്ട് ചെയ്തു കൊടുത്തതിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അതിനെ പിടിച്ചിട്ട് ചീത്ത പറയുന്ന ആളുകളില്ലേ? അലക്കുമ്പോ കറ പോവാകാത്തതിന്റെ പേരിൽ ഇല്ലേ ചീത്ത പറയാറില്ലേ? അവൾക്ക് അതിന്റെ ആവശ്യമില്ല. ചോദിച്ചാൽ ക്യാഷ് കൊടുക്കേണ്ടവരാണ് ഭർത്താക്കന്മാർ. എന്ത് പേരിലാണ് നമ്മൾ ചീത്ത പറയാ? അപ്പൊ ഈ ചൊറ പിടിച്ചൊരു ഭർത്താവിനേക്കാൾ നല്ലൊരു ഭർത്താവ് ഖബറിൽ കൊടുക്കണേ അല്ലാ. അപ്പൊ ഖബറിൽ നമ്മുടെ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് കിട്ടിയ ഖബറല്ലേ സുഖം. ഇയാളെ ചീത്ത കേൾക്കണോ? ഇയാളങ്ങനെ കുരുട്ടു പിടിച്ച മുഖം കാണണോ? അല്ലേ? എന്തോ ഇങ്ങനെ തലയിൽ വെച്ച പോലെ ഭാരം പിടിച്ച മുഖം കാണണോ? വേണ്ട. അപ്പൊ അതാണ് സുഖം. അയൽവാസിയെക്കാളും നല്ല അയൽവാസിയെ നീ ഖബറിൽ കൊടുക്കണേ അല്ലാ. അപ്പൊ ഖബർ എങ്ങനെയായി? നല്ല അയൽവാസികൾ. ആ അയൽവാസികൾ ജീവിതത്തിൽ നമ്മൾ ദ്രോഹിക്കൂല. നല്ല കുടുംബക്കാർ, അവരൊരിക്കലും കുറ്റപ്പെടുത്തൂല. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല വീട്. ഇങ്ങനെയായാ പിന്നെ നമ്മൾ എന്തിനാ ഖബറിനെ പേടിക്കുന്നത്? അല്ലാഹു ഇത്തരം ഒരു ഖബറാക്കി നമ്മുടെ ഖബറിടത്തെ മാറ്റിത്തരട്ടെ. അപ്പൊ ആമീൻ പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ഒരു ഖബറിടമാകാൻ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 4 കാര്യം? 1 ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഒരു ദിവസം ഒരു ജുസ്